നമസ്കാരം, യു അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് CSEBയുടെ പുതിയ സിലബസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ നമ്മുടെ റീസണിങ്ങിൻ്റെയൊക്കെ ടോപ്പിക്സിൻ്റെ ക്ലാസ് നമ്മൾ ഡെയിലി വീഡിയോസായിട്ട് ഇനിയിപ്പം അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ടോപ്പിക് ബേസ്ഡ് ആയിട്ട് എക്സ്പോണൻസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ക്യൂബ് റൂട്ട് ഓഫ് 5⁻x ഈസ് ഈക്വൽ ടു 625. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. ക്യൂബ് റൂട്ട് ഓഫ് 5⁻x എന്ന് പറയുന്നത് 625 പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ എക്സ്പൊണൻസിൽ ഒരു ലോ പഠിച്ചിട്ടുണ്ട്. nth റൂട്ട് ഓഫ് a⁻m എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു a⁻m/n. അപ്പോൾ ഇതിൻ്റെ സെയിം ഫോം തന്നെയല്ലേ. അതായത് nth റൂട്ട് ഓഫ് a⁻m എന്ന് പറയുന്നത് ഈക്വൽ ടു എന്നതാ a⁻m/n. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഈ ഒരു ലോ പഠിച്ചു വെക്കണം. അപ്പോൾ നമുക്കിതിൽ അപ്ലൈ ചെയ്താലോ. അതായത് ക്യൂബ് റൂട്ട് ഓഫ് 5⁻x ഇവിടെ പറഞ്ഞേക്കുന്നത് nth റൂട്ട് ഓഫ് a⁻m ആണെങ്കിൽ അത് എന്തിനോട് ഈക്വലാണ്? a⁻m/n ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതെങ്ങനെ എഴുതാം? ക്യൂബ് റൂട്ട് ഓഫ് 5⁻x എന്നുള്ളത് ഈക്വൽ ടു ഇവിടുത്തെ പോലെ നോക്കുവാണെങ്കിൽ 5⁻m/n പോലെ 5⁻x ബൈ ഏത് റൂട്ടാണ്? ഇവിടെ nth റൂട്ടാണ്. അപ്പോൾ അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്യൂബ് റൂട്ട് എന്നുള്ളതിൻ്റെ 3 നമ്മളിവിടെ ക്യൂബിൻ്റെ നോട്ട് ചെയ്തുള്ള 3 ഇവിടെ കൊടുക്കുന്നു. അപ്പം 5⁻xൻ്റെ ക്യൂബ് റൂട്ട് ഈസ് ഈക്വൽ ടു 5⁻x/3 എന്ന് എഴുതാം. അത് ഈ ഇക്വേഷൻ്റെ ബേസിലാണ്. nth റൂട്ട് ഓഫ് a⁻m ഈക്വൽ ടു a⁻m/n എന്നുള്ളത് വെച്ചിട്ട്. അപ്പോൾ ഇത്ര നമുക്ക് കിട്ടി. ഇതിന് തുല്യമാണ് 5⁻x/3. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് അങ്ങനെ എഴുതാമല്ലോ. 5⁻x/3 ഈസ് ഈക്വൽ ടു ഇവർ പറഞ്ഞിരിക്കുന്ന എത്ര? 625. അങ്ങനെയാണെങ്കിൽ 625 നമുക്ക് 625 എന്ന് പറഞ്ഞാൽ തന്നെ 5⁴ അല്ലേ. 5 × 5 25. 25 × 5 എന്ന് പറയുന്നത് 125. 125 × 5 ആണ് 625. അപ്പോൾ അതെന്താ? 5⁴. അപ്പോൾ 5⁻x/3 ഈക്വൽ ടു 5⁴ ആയി. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമ്മളൊരു a⁻m ഈക്വൽ ടു a⁻n എന്ന് ഇങ്ങനെ ഒരു ഇത് വരുവാണെങ്കിൽ m ഈക്വൽ ടു n എന്നുള്ള ഒരു ലോ ഇല്ലേ. അതായത് a⁻m ഈക്വൽ ടു a⁻n ആണെങ്കിൽ m/n ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആ ഒരു ലോ വെച്ച് നമുക്ക് x/3 ഈസ് ഈക്വൽ ടു 4 എന്ന് എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ ക്രോസ് ചെയ്യുമ്പോൾ എന്നാ വരും? എക്സിൻ്റെ വാല്യൂ എന്താ? 4 × 3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അപ്പം എക്സിൻ്റെ വാല്യൂ നമുക്ക് 12 കിട്ടും. അപ്പോൾ ഈ എക്സ്പോണൻഷ്യൽ ലോസ് ഒന്നും അറിയത്തില്ലാത്തവരാണെങ്കിലും നമ്മൾ ഓരോ പ്രോബ്ലം ചെയ്യുന്നതനുസരിച്ച് ലോസ് പറഞ്ഞു പോകുന്നത് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ കുറച്ച് ലോസ് ഒക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ടോപ്പിക്കായിട്ട് പഠിക്കുന്നതിലും എളുപ്പം ഇങ്ങനെ പ്രോബ്ലംസിൻ്റെ കൂടെ അങ്ങ് നമ്മൾ സാഹചര്യം മനസ്സിലാക്കി അങ്ങ് പഠിച്ചു പോകുന്നതായിരിക്കും. അപ്പോൾ ഓരോ പ്രോബ്ലം എടുക്കുക, അതിൻ്റെ കൂടെയുള്ള ലോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ മതി. അപ്പോൾ ഇതിൽ ഈ പ്രോബ്ലത്തിലാണെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് 5⁻x ഈക്വൽ ടു 625 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്കറിയാം ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. എക്സ്പോണൻഷ്യൽ ലോ ആണ്. a⁻m-ൻ്റെ nth റൂട്ടിന് തുല്യമായിരിക്കും ഈക്വൽ ടു അതെന്ന് പറയുന്നത് a⁻m/n തുല്യമായിരിക്കും. അപ്പം നമ്മൾ ഈ ഇക്വേഷൻ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 5⁻x എന്നുള്ളത് നമുക്ക് ഈക്വൽ ടു ഈ ഒരു ലോ വെച്ചിട്ട് 5⁻x/3 എന്ന് എഴുതാം. ഇതുപോലെ തന്നെ അതങ്ങനെ ആക്കി ആ ഇക്വേഷൻ. അപ്പോൾ 5⁻x/3 ഈക്വൽ ടു ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഇതിന് തുല്യം ഇതെന്ന് പറയുമ്പോൾ പിന്നെ ഇതിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഇത് എഴുതി തുടങ്ങി. ഈക്വൽ ടു 625 എന്നുള്ളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 625 എന്ന് പറഞ്ഞാൽ എന്നാ? 5⁴ ആണ്. അപ്പോൾ 5⁻x/3 ഈക്വൽ ടു 5⁴ എന്ന് വന്നു. അപ്പോൾ നമുക്കറിയാം a⁻m ഈക്വൽ ടു a⁻n എന്നാണെങ്കിൽ ലോയുണ്ട് m-ഉം n-ഉം തുല്യമായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ
രണ്ടും 5^(x/3)ഉം 5^4ഉം അല്ലേ വന്നേക്കുന്നത്. അപ്പം x/3 ഈക്വൽ ടു 4 എന്ന് എടുക്കുന്നു. അപ്പം നമുക്കിത് ക്രോസ് ചെയ്യാമല്ലോ. x ഈക്വൽ ടു 4 × 3. 4 × 3 എന്ന് പറയുന്നത് 12. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 12. അപ്പോൾ അറിയത്തില്ലാത്തവർ ജസ്റ്റ് ആ ഒന്ന് ലോസ് ഒന്ന് എഴുതി വെച്ചിട്ടൊന്ന് പഠിച്ചാൽ മതി. അപ്പം നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. 5^2 × 5^4 × 5^6 × etc. up to 5^n is equal to 0.008 all raised to -30. അപ്പോൾ അതിൽ നിന്ന് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് 9, 10, 20, 30. അപ്പോൾ ഇവിടെ തന്നേക്കുന്നത് 5^2 × 5^4 × 5^6 അങ്ങനെ പോകുന്നു അപ് ടു 5^2n. അപ്പോൾ ഇതെല്ലാം എന്താ ഈവൻ നമ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് സം ഓഫ് ഈവൻ നമ്പേഴ്സിൻ്റെ ഫോർമുല അറിയാമല്ലോ. സം ഓഫ് n ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് എത്രയാ? n × n+1. അങ്ങനെയാണെങ്കിൽ നമുക്ക് 5 ഈ ഈവൻ നമ്പേഴ്സ് അല്ലേ ഇപ്പോൾ പോയേക്കുന്നത് 2, 4, 6 അങ്ങനെ അപ് ടു 2n. അങ്ങനെയാണ് നമുക്ക് 5n × n+1 എന്ന് എഴുതാമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ കൊടുത്തേക്കുന്നത് തന്നെ 0.008 ഓൾ റൈസ് ടു -30. അപ്പോൾ ഇതിൻ്റെ പോയിൻ്റ് മാറ്റുവാണെങ്കിൽ എങ്ങനെ വരും? 8/, എത്ര പോയിൻറ്റ്സാ, എത്ര സ്ഥാനങ്ങളുണ്ട്? 3 സ്ഥാനം. 8/1000 ഓൾ റൈസ് ടു -30. ഇനി 5^n × n+1 അതേ ഇവിടെ കിടക്കട്ടെ. ഈസ് ഈക്വൽ ടു ഇതൊന്ന് ചെറുതാക്കുവാണ് എന്നാ വരും? 4, 500, 2, 250 എത്ര വരും? 125. 1/125 എന്ന് എഴുതാമല്ലോ. ഈ 8/1000 എന്നുള്ളത് 1/125 റേസ് ടു -30 നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ ഇത് ജസ്റ്റ് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻസ് എളുപ്പമുണ്ട്. ഇനി 5^n × n+1 ഈസ് ഈക്വൽ ടു 1/125 എന്ന് പറയുന്നത് തന്നെ 5³ അല്ലേ? 5 5s are 25. 25 × 5 125. അത് ഓൾ റൈസ് ടു -30. അങ്ങനെയാണ് ഇത് 1/5^3 എന്നുള്ളത് മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്നാ വരും? 5^-3 റേസ് ടു -30. അതും 5^n × n+1 ഇപ്പുറത്തുള്ളതും അത് തമ്മിൽ തുല്യമായിരിക്കും. അപ്പോൾ നമുക്കിത് 5 നമ്മൾ ഓൾറെഡി പറഞ്ഞു a⁻m ഓൾ റൈസ് ടു n ഈസ് ഈക്വൽ ടു എന്താ? a⁻mn. a⁻m ഓൾ റൈസ് ടു n എന്ന് പറഞ്ഞാൽ അത് എന്തിന് തുല്യമാണ്? a⁻mn തുല്യമാണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരുന്നോണം. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും a⁻m ഓൾ റൈസ് ടു n പാറ്റേണിൽ തന്നെയല്ലേ ഇത്. അപ്പം -3 × -30 വരുമ്പോൾ എന്നാ വരും? 90. മൈനസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? പ്ലസ്. അപ്പോൾ 5^n × n+1 ഈസ് ഈക്വൽ ടു 90 എന്ന് വന്നു. ഇനി a⁻m ഈക്വൽ ടു a⁻n ആണെങ്കിൽ എന്താ? m ഈക്വൽ ടു n ആണെന്ന് നമ്മൾ പല പ്രോബ്ലത്തിൽ പറഞ്ഞു. പിന്നെ അത് കേൾക്കുമ്പോൾ പഠിച്ചോട്ടെ എന്ന് ഓർത്ത് ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. അപ്പം ഇതിൽ നിന്ന് ഇക്വേറ്റ് ചെയ്ത് n × n+1 ഈസ് ഈക്വൽ ടു 90 എന്ന് എഴുതാമല്ലോ. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഇവിടെ n-ൻ്റെ സ്ഥാനത്ത് 9 ആകുവാണെങ്കിൽ n+1 9+1 10 കൂടെ വരുവാണെങ്കിൽ ഈക്വൽ ടു 90 വരും. അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റുവാണെങ്കിൽ n-നായിരുന്നു അങ്ങനെ ഡയറക്റ്റ് എഴുതുക. അല്ലെങ്കിൽ ഓപ്ഷൻസിൽ കിടക്കുന്ന ഓരോ വാല്യൂസും, ഓപ്ഷൻസ് എന്താണെങ്കിലും 4 ഓപ്ഷനിലുള്ള ഓരോ വാല്യൂവും ഈ n-ൻ്റെ സ്ഥാനത്ത് ഇട്ട് നോക്കുക. അപ്പോൾ n 9 ആണെങ്കിൽ n+1 എന്ന് പറയുന്നത് തന്നെ 9+1 10. 9 × 10 എന്ന് പറയുന്നത് 90 വരുമല്ലോ. അപ്പോൾ n-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9. അപ്പോൾ അത് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഓപ്ഷനിലെ ഓരോ വാല്യൂസും ഇട്ടങ്ങ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ മെയിനായിട്ട് അറിയാനുള്ളത് ഇങ്ങനെ ഒരു പാറ്റേൺ കാണുമ്പോഴേ കൺഫ്യൂഷൻ വരരുത്. ഇങ്ങനെ 2, 4, 6^2n ആ ഒരു പാറ്റേണിൽ പോകുമ്പോഴേ അത് ഈവൻ നമ്പേഴ്സ് ആണെന്നോർത്ത് അത് ഉടനെ തന്നെ 5 ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ ഇക്വേഷൻ n × n+1 അവിടെ അത് കൊടുക്കുക. പിന്നെ ഈ 0.008 എന്നുള്ളത്
അത് ജസ്റ്റ് ആ ഡെസിമൽ മാറ്റി 8/1000 എന്നാക്കിയിട്ട് അത് നമ്മൾ ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ 1/125. അപ്പോൾ ഇതിന് ഈക്വലായിട്ട് എന്തെങ്കിലും ഒരു സെയിം ഇതിലേക്ക് മാറ്റുന്ന രീതിക്ക് ആ ഒരു വാല്യൂ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് പോകത്തുള്ളല്ലോ. അപ്പോൾ ഇതിൽ 5ൻ്റെ പവറിലേക്ക് വന്നു. ഇവിടെ 5/90 ഈക്വൽ ടു 5/n × n+1 ഇക്വേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മുടെ a/m ഈക്വൽ ടു a/n വെച്ചിട്ട് എമ്മും എന്നും ഈക്വലാന്നുള്ള ലോ വെച്ച് നമ്മളിത് രണ്ടും കൂടെ ഈക്വലാന്ന് എടുത്തു. പിന്നെ എന്നിൻ്റെ വാല്യൂ ഏത് വന്നാൽ ഈക്വൽ ടു ഈ വാല്യൂ 90 വരുമെന്ന് നോക്കി. അപ്പോൾ n 9 ആണെങ്കിൽ n+1 എന്ന് പറയുന്നത് 10 വരും. 9 × 10 എന്ന് പറയുന്നത് 90. അപ്പോൾ അങ്ങനെ ഇത് എടുക്കാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഓരോ വാല്യൂസും എന്നിട്ട് നോക്കുക. ഓപ്ഷനിൽ കൊടുത്തേക്കുന്ന ഇപ്പം 10 കൊടുത്തേക്കുന്നതെങ്കിൽ 10+1 11, അങ്ങനെ ഓരോന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താണേലും ഫസ്റ്റ് കിടക്കുന്ന ഓപ്ഷൻ തന്നെ 9. 9 n വന്നു കഴിഞ്ഞാൽ 9+1 എന്ന് പറയുന്നത് 10. 9 × 10 90. അപ്പം ആൻസർ 9. ചോദ്യം നോക്കാം. 13⁻9 × 13⁻³ ഈസ് ഈക്വൽ ടു ഡാഷ്. അപ്പം നമ്മൾ എക്സ്പോണൻസിലുള്ള ഒരു ലോ ആണ്. a/m × a/n ഈസ് ഈക്വൽ ടു a/m + n. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കണം. a/m × a/n ഈക്വൽ ടു എന്താ? a/m + n. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കേസിൽ 13⁻9 × 13⁻³ അല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എങ്ങനെ വരും? 13⁻9 + -3. അപ്പം 13 ഇവിടെ -3 ആണല്ലോ വന്നേക്കുന്നത്. അപ്പം 9ഉം -3യും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 6. 13⁻6 ആണ് നമ്മുടെ ആൻസർ. ജസ്റ്റ് ഇതിൽ ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്താൽ മതി. ഈ ലോയെ a/m × a/n എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു a/m + n. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. x⁻10/x⁻n ഈസ് ഈക്വൽ ടു x⁻². അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പം ഇതുമായിട്ട് റിലേറ്റഡ് നമുക്കൊരു ലോ ഉള്ളതെന്ന് പറഞ്ഞാൽ a/m/a/n എന്നൊരു ഇത് വരുവാണെങ്കിൽ ഈക്വൽ ടു a/m - n എന്ന് പറയുന്ന ഒരു ലോ ഉണ്ട്. a/m/n വരുവാണെങ്കിൽ അത് ഈക്വൽ ടു a/m - n ആണ്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് x⁻10/x⁻n എന്നുള്ളത് x⁻10 - n എന്ന് എഴുതാമല്ലോ. അപ്പോൾ നമുക്ക് x⁻10 - n ഈ x⁻10/x⁻n സ്ഥാനത്ത് കൊടുത്തിട്ട് ഈക്വൽ ടു x⁻2 എന്നാക്കാം. അപ്പോൾ ഈ ഒരു റൂളൊന്ന് ഓർത്തിരിക്കണം. അതായത് a/m/a/n ഈസ് ഈക്വൽ ടു a/m - n. അപ്പോൾ അത് വെച്ച് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ മാറ്റി എഴുതി. അപ്പം x⁻10 - n ഈക്വൽ ടു x⁻2 എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നേരത്തെ വേറൊരു പ്രോബ്ലത്തിൽ പറഞ്ഞായിരുന്നല്ലോ, a/m ഈസ് ഈക്വൽ ടു a/n ആണ് എന്നതാ എമ്മും എന്നും ഈക്വൽ ആണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അതും ഒരു റൂളാണ്. അപ്പം എമ്മും എന്നും ഈക്വൽ ആണെങ്കിൽ x⁻10 - n ഈക്വൽ ടു x⁻2 എന്ന് നമുക്ക് 10 - n-ഉം -2ഉം ഈക്വലാന്ന് എഴുതാമല്ലോ. അങ്ങനെയാണ് ജസ്റ്റ് എന്നിനെ ഈ സൈഡിലേക്ക് മാറ്റുമ്പോൾ പ്ലസ് ആകും. 10ൻ്റെ ഇങ്ങോട്ട് ഈ -2 വരുമ്പോൾ അത് +2 ആകും. അപ്പം നമുക്ക് എന്നിൻ്റെ വാല്യൂ എന്നാ കിട്ടും? 12. 10 + 2 എന്ന് പറയുന്നത് 12. അപ്പോൾ ഇതിൽ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ജസ്റ്റ് അറിയാനുള്ളത് ഈ ഒരു ഇക്വേഷനാണ്. a/m/a/n ഈക്വൽ ടു a/m - n. അപ്പോൾ അത് വെച്ചിട്ട് ഇത് എഴുതുമ്പോൾ x⁻10 - n എന്ന് വരും. അത് ഈക്വൽ ടു x⁻2 അപ്പോൾ a/m ഈക്വൽ ടു a/n ആണ്. എമ്മും എന്നും തുല്യമാണെന്നുള്ള ലോ വെച്ചിട്ട് 10 - n-ഉം -2 ഈക്വലാന്ന് എഴുതാം. അപ്പോൾ അതിൽ നിന്ന് ജസ്റ്റ് ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്നിൻ്റെ വാല്യൂ 12 എന്ന് കിട്ടും. ഒരു ചോദ്യം നോക്കാം. m⁻n എന്ന് പറയുന്നത് ഈക്വൽ ടു 32. അങ്ങനെയാണ് n⁻mൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 32 എന്നുള്ളതിനെ നമുക്ക് 2⁵5 എന്ന് എഴുതാൻ മേലേ.
അപ്പോൾ ഇങ്ങനെയുള്ളതിലൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് 32 ഇങ്ങനെ എഴുതി നോക്കുവാണെങ്കിൽ എന്ത് വരും? 2 1 6 2 8. അപ്പോൾ ഇത് 2⁵ വന്നില്ലേ? അറിയത്തില്ലാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ നമുക്ക് 2⁵ ആണ് 32 എന്നുള്ളത് അറിയാം. അപ്പോൾ ഇത് 2ൻ്റെ പവറിലേക്ക് 2⁵ എന്ന് എഴുതാമല്ലോ. അപ്പം n എന്ന് പറയുന്നത് നമുക്ക് 2⁵ എന്ന് എഴുതുവാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് തന്നെ m⁴n 2⁵ ആണെങ്കിൽ n⁴m വരുമ്പോൾ എന്നാ വരും? n⁴m എന്ന് പറയുമ്പോൾ 5⁵2 എന്ന് വരും. 5⁵2 എത്രയാ? 25. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. ഒരു 32 വരുമ്പോഴത്തേനും ജസ്റ്റ് ഫസ്റ്റ് 2ൻ്റെ വെച്ചിട്ടൊന്ന് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് 2⁵ ആണ് 32 എന്ന് കിട്ടും. അപ്പോൾ m⁴n 2ൻ്റെ പവറിലേക്ക് 2⁵ എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ m⁴n കിട്ടി. ഇനി തിരിച്ച് n⁴m ആക്കുമ്പം ഈ 5നെ ഇങ്ങോട്ട് വന്നു, 2 ഇങ്ങോട്ടും പോയി. അപ്പോൾ 5² എന്ന് വരും. 5² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25.